പൈസ ഉണ്ടാക്കണം. പച്ച മലയാളത്തിൽ പറഞ്ഞ പൈസ ഉണ്ടാക്കാൻ വന്നതാണ് നമ്മള്. പൈസ കൊണ്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി നേടാൻ കിടക്കുന്നത്. അപ്പൊ പണം ഉണ്ടാക്കുക, വലിയൊരു ഇൻകം ഉണ്ടാക്കണം. അന്ന് ഗോക്കരമുള്ളൊരു സാറ് നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചു. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് കേട്ടിട്ടുള്ളതുമായിട്ടുള്ള കാര്യമാണ്. പൈസ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ടേൺ ഓവർ കൂടണം. ടേൺ ഓവർ കൂടണമെങ്കിൽ സെയിൽസ് കൂടണം. സെയിൽസ് കൂടണമെങ്കിൽ സ്റ്റോക്ക് കൂടണം. 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പൈസ ഉണ്ടാക്കണം, പണം ഉണ്ടാക്കണം. പണം ഉണ്ടാക്കണേ ഫസ്റ്റ് സെയിൽസ് കൂടണം, ടേൺ ഓവർ കൂടണം. ടേൺ ഓവർ കൂടണമെങ്കിൽ സെയിൽസ് കൂടണം. സെയിൽസ് കൂടി വരണമെങ്കിൽ സ്റ്റോക്ക് ഉണ്ടാവണം. അതാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന ഒരു പോയിന്റ്. നമ്മളുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരിക്കണം. എന്താണ് സ്റ്റോക്ക് ഉണ്ടായിരിക്കേണ്ടത്? സെയിൽ കൂട്ടണമെങ്കിൽ സ്റ്റോക്ക് ഉണ്ടാവണം. ഒരു സംശയം വേണ്ടാത്തൊരു കാര്യം. നമ്മൾ ഇപ്പൊ തന്നെ ആലോചിക്കുക, പെട്രോൾ ഡീസൽ അടിക്കാൻ കയറി. എവിടെയാണ് കയറുന്നത്? നല്ല ഫർണിഷ്ഡ് ആയിട്ടുള്ള ഡീസൽ പെട്രോൾ പമ്പിൽ കയറും. പച്ചക്കറി വാങ്ങാൻ കയറും. എവിടെ കയറും? ഏറ്റവും ഡെക്കറേറ്റ് ചെയ്ത് കിടക്കുന്ന പച്ചക്കറി കടയിൽ കയറിയിട്ട് നമ്മൾ പച്ചക്കറി വാങ്ങത്തും. ഏറ്റവും കൂടുതൽ സ്റ്റോക്ക് ഉള്ളിടത്ത് ഏറ്റവും കൂടുതൽ സെയിൽ ഉണ്ടാവും. നമുക്കിവിടെ എന്താണ് സ്റ്റോക്ക് വേണ്ടത്? നമ്മുടെ കയ്യിൽ പ്രോഡക്റ്റുകൾ സ്റ്റോക്ക് ഉണ്ടാവുക, ബിസിനസ് സ്റ്റഡി മെറ്റീരിയൽസ് സ്റ്റോക്ക് ഉണ്ടായിരിക്കണം. എനിക്കിന്ന് നിങ്ങളോട് സംസാരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് സ്റ്റഡി മെറ്റീരിയൽസ് ആണ്. നാളിതുവരെ ഞാൻ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ അമേരിക്കൻ കമ്പനിയിൽ 2000 വർക്ക് ചെയ്തിട്ടുണ്ട്. അമേരിക്കൻ കമ്പനിയിൽ ഈ പ്ലാറ്റ്ഫോമിൽ ധാരാളം ലീഡേഴ്സ് ഉണ്ട്. അവരോടൊപ്പം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എന്നോടൊപ്പം അവർ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ജ്യോതിഷ് സാർ, ഭരതേട്ടനൊക്കെ ഞങ്ങള് അന്നത്തെ കാലത്ത് ആ അമേരിക്കൻ കമ്പനിയിൽ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ളത്. ആ അമേരിക്കൻ കമ്പനിയിൽ വർക്ക് ചെയ്തപ്പോൾ ഞാൻ പഠിച്ച ഏറ്റവും വലിയൊരു ബിൽഡപ്പ് പ്രോസസ്സാണ് സ്റ്റഡി മെറ്റീരിയൽസ് യൂസ് ചെയ്ത് ബിസിനസ് ബിൽഡ് ചെയ്യുക എന്നുള്ളത്. മലയാളികൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തുകൊണ്ടിരുന്ന ചലഞ്ചാണ് മലയാളത്തിൽ സ്റ്റഡി മെറ്റീരിയൽസ് ഇല്ല, അല്ലെങ്കിൽ ടൂൾസുകൾ ഇല്ല. നമ്മൾ ആലോചിച്ച് നോക്കുക, എന്തൊരു ജോലി ചെയ്യണമെങ്കിലും ടൂൾസുകൾ ആവശ്യമാണ്. ഒരു ഓഫീസ് വർക്ക് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് വേണം? പെന്ന് വേണം, അതിന് വേണ്ട സാമഗ്രികൾ വേണം. ഒരു പറമ്പിലെ ജോലി ചെയ്യണമെങ്കിൽ എന്ത് വേണം? കൊട്ട വേണം, തൂമ്പ വേണം, വെട്ടുകത്തി വേണം. പറമ്പിൽ ജോലി ചെയ്യണമെങ്കിൽ ഓരോ ജോലിക്കും, അല്ലെങ്കിൽ ഒരു മെയ്സൺ ജോലി ചെയ്യുന്ന ഒരാളെ നോക്കുക, അവർക്ക് വേണ്ട മെറ്റീരിയൽസ് വേണം. അല്ലെങ്കിൽ ഒരു കോൺട്രാക്ടർ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് അവർക്ക് വേണ്ട മെറ്റീരിയൽസ്, സ്റ്റഡി മെറ്റീരിയൽസ് വേണം. നമ്മുടെ ബിസിനസ്സിനും സ്റ്റഡി മെറ്റീരിയൽസ് കമ്പൽസറി ആയിട്ട് ആവശ്യമാണ്. ആ സ്റ്റഡി മെറ്റീരിയൽസ് കൊണ്ട് ബിസിനസ് ബിൽഡ് ചെയ്യാൻ പഠിക്കും. ഇപ്പൊ ഞാൻ അതിന് എപ്പോഴും പറയാറുള്ള ഒരു എക്സാമ്പിൾ ഉണ്ട്. നമ്മളുടെ ബിസിനസ്സിനകത്ത് ഒരു ട്രെയിനിങ്, ഇപ്പൊ ഞാന് ഒരു 50 പേരെ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു 50 പേരെ വെച്ചുകൊണ്ട് ഒരു ട്രെയിനിങ് പ്രോഗ്രാം ചെയ്യാണ്. 50 പേരെ വെച്ചുകൊണ്ട് ഒരു ട്രെയിനിങ് പ്രോഗ്രാം ചെയ്യാണ്. 50 പേരെ നിങ്ങൾ പഠിപ്പിക്കുന്ന ഒരേ കാര്യമാണ്. 50 പേരെ നോട്ട് എഴുതിയെടുക്കുന്നു. 50 പേര് ഞാൻ പഠിപ്പിച്ചതുപോലെ പ്രവർത്തിക്കണമെന്നോ അല്ലെങ്കിൽ പഠിക്കണമെന്നോ അടുത്ത സ്റ്റെപ്പ് എടുക്കണമെന്നോ ഇല്ല. ഡിഫറൻസ് ഒരുപാടുണ്ടായി വരാം. നേരെ മറിച്ച് ഞാൻ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അതേപടി ഒരു സ്റ്റഡി മെറ്റീരിയൽ ഒരു ബുക്ക്ലെറ്റിൽ ഉണ്ടെങ്കിൽ 50 പേർക്ക് ആ ബുക്ക്ലെറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ 50 പേര് പഠിച്ചിട്ട് 50 പേര് ഒരുപോലെ സംസാരിക്കാൻ തയ്യാറാവും. ദാറ്റ് ഈസ് കോൾഡ് ടൂൾസ്. അതാണ് ടൂൾസ്. അപ്പൊ ടൂൾസ് വളരെ കമ്പൽസറി ആണ്. ബിസിനസ് സീരിയസ് ആയിട്ട് വരാൻ ആഗ്രഹിക്കുന്ന ഒരു കസ്റ്റമർ അല്ല, ഒരു ബിസിനസ് മൈൻഡിലേക്ക് കടന്നു വരുന്ന ഏതൊരു മലയാളികൾക്കും നിങ്ങൾ മലയാളം സ്റ്റാർട്ടർ പാക്ക് 480 രൂപ കൊടുത്ത് വാങ്ങി കൊടുക്കണം. അതിന് സ്റ്റഡി മെറ്റീരിയൽസ് നമ്മളുടെ ലീഡർ ആണോ, നമ്മളുടെ കയ്യിൽ സ്റ്റഡി മെറ്റീരിയൽസ് സ്റ്റോക്ക് ഉണ്ടായിരിക്കണം. എനിക്ക് പറയാനുള്ള ഒരു 5000 റുപ്പീസ് ലോങ് ടൈം നമ്മുടെ കയ്യിൽ സ്റ്റഡി മെറ്റീരിയൽസ് വാങ്ങി സ്റ്റോക്ക് വെക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ ഒരു ലോങ് ടൈം സസ്റ്റൈനബിൾ, പ്രോഫിറ്റബിൾ, ഡ്യൂപ്ലിക്കബിൾ ബിസിനസ് ബിൽഡ് ചെയ്യാൻ നമ്മളെ കൊണ്ട് സാധിക്കും. അപ്പൊ സ്റ്റഡി മെറ്റീരിയൽസ് ഇമ്പോർട്ടന്റ് ആണ്. ഇനി എന്താ പറയാ, ഫ്ലിപ്ചാർട്ട് ഇല്ല എന്ന് പറയുന്നത് മലയാളത്തിൽ ഇതിലും സിമ്പിൾ ആക്കി ഇനി വിന്നിംഗ് ടീമിന് എങ്ങനെ ചെയ്തു തരാൻ പറ്റുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല. അതായത് ഫ്ലിപ്ചാർട്ട് വരെ മലയാളത്തിൽ പ്രിന്റ് ചെയ്ത് നമ്മുടെ കൈകളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. വളരെ വാല്യുബിൾ ടൂൾ. അതിനകത്ത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടൂൾ ഉണ്ട്. എനിക്ക് ജീവിതത്തിൽ അത് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ബുക്കാണ് റോഡ് മാപ്പ് ടു സക്സസ്. മലയാളത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരു ബൈബിളെന്നോ ഒരു ഖുറാനെന്നോ രാമായണം എന്നൊക്കെ പറയാൻ പറ്റുന്ന മതഗ്രന്ഥങ്ങളുടെ തലപ്പത്തിരിക്കുന്ന ബുക്കാണ് അത്. എന്നതുപോലെ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ ഒരു തലപ്പത്തിരിക്കുന്ന ഒരു ബുക്കാണ് റോഡ് മാപ്പ് ടു സക്സസ്. അതിലെ ഓരോ ബുക്സുകളും കറക്റ്റ് ആയിട്ട് സ്റ്റഡി ചെയ്യാൻ പറ്റുമെങ്കിൽ
നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു സാമ്രാജ്യം വെസ്റ്റീജിൽ ബിൽഡ് ചെയ്യാൻ പറ്റും ത്രൂ വിന്നിംഗ് ടീം, ആ യൂണിവേഴ്സിറ്റിയുടെ സഹായത്തോടെ. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ആ സ്റ്റാർട്ടർ പാക്ക് നിങ്ങൾ വാങ്ങിക്കാനും ആ സ്റ്റാർട്ടർ പാക്ക് ഉപയോഗിക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടാവും, നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം. ഇപ്പൊ ഡൽഹിയിൽ നിന്ന് ഇപ്പൊ കേരളത്തിലേക്ക് ധാരാളം പ്രോഡക്ട്സുകളൊക്കെ, ഒത്തിരി ടൂൾസുകൾ പല ലീഡേഴ്സ് ഓൾറെഡി ബുക്ക് ചെയ്തു. എല്ലാവരും, ഞാനടക്കം ബുക്ക് ചെയ്തിട്ടുണ്ട്. വന്ന് കുറെ ടൂൾസുകൾ എത്തി, വീണ്ടും ടൂൾസുകൾ വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യണം, ടൂൾസുകൾ വാങ്ങണം. നിങ്ങളുടെ ഒരു ഡിസ്ട്രിബ്യൂട്ടറുടെ കയ്യിലേക്ക് ടൂൾ കൊടുത്താൽ ടൂൾ സംസാരിക്കും, നമ്മൾ സംസാരിക്കേണ്ട. ടൂൾ സംസാരിച്ചാൽ ഓ കറക്റ്റ് ആണല്ലോ, ശരിയാണല്ലോ, നമ്മുടെ സാറ് പറഞ്ഞ അല്ലെങ്കിൽ നമ്മുടെ മാഡം പറഞ്ഞത് കറക്റ്റ് ആണല്ലോ എന്ന് സ്വയം റിയലൈസ് ചെയ്ത് അവർ ബിസിനസ്സിലേക്ക് ആക്റ്റീവായിട്ട് വരുന്നത് കാണാൻ പറ്റും. അത് ടൂൾസിന് മാത്രമേ ഇത്രയും മെഗാ ചേഞ്ചസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കൂ എന്നുള്ളൊരു സത്യം നിങ്ങൾ തിരിച്ചറിയണം. അപ്പൊ എല്ലാവരും, എനിക്ക് പറയാനുള്ള ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്ന മുഴുവൻ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും, എന്ത് വില കൊടുത്ത് മുഴുവൻ ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഈ ടൂൾസുകളെല്ലാം വാങ്ങിച്ച് ഉപയോഗിക്കാനുള്ള ഒരു മനസ്സ് കാണിക്കണം. ആർ യു റെഡി? ഈ ടൂൾസുകൾ നിങ്ങൾ ഉപയോഗിക്കാൻ റെഡിയാണോ? ഈ ബുക്സുകൾ വായിക്കാൻ റെഡിയാണോ? കാരണം നാളിതുവരെ മലയാളത്തിലുള്ള ടൂൾസ് നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടാതിരുന്നിട്ടും കേരള മാർക്കറ്റിൽ നമുക്ക് ഇവിടെ എത്താൻ പറ്റുമെങ്കിൽ മലയാളം ടൂൾസും കൂടെ വന്നാൽ ഞാൻ ഗ്യാരണ്ടി പറയാൻ 2024-25 വർഷമാണ് ഇനി വരാൻ പോകുന്നത്. 2025 ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ DUCDകൾ, ഏറ്റവും കൂടുതൽ DCD, ഏറ്റവും കൂടുതൽ UCD ലീഡേഴ്സ് വരാൻ പോകുന്ന വർഷമാണ് ഈ വരുന്ന 12 മാസം. ഡെഫിനറ്റ് ആയിട്ടും ടൂൾസിന്റെ മൂവ്മെന്റ്സിൽ നോ കോംപ്രമൈസ്. അടുത്ത ലെയർ ലീഡേഴ്സ്, നിങ്ങളുടെ ആബ്സെൻസിൽ ബിസിനസ്, നിങ്ങൾ പാസീവ് ഇൻകം അല്ലെങ്കിൽ റെസിഡ്യൂവൽ ഇൻകം അല്ലെങ്കിൽ റിട്ടയർമെന്റ് ഇൻകം ഇത് ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഓർഗനൈസേഷനിൽ എത്ര പേര് സ്റ്റാർട്ടർ കിറ്റ് ടൂൾസുകൾ യൂസ് ചെയ്യുന്നു? ഞാൻ പറയുന്ന ആദ്യത്തെ ദൗത്യം നിങ്ങളുടെ ടീമിനകത്ത് ഒരു 100 സ്റ്റാർട്ടർ പാക്ക് മൂവ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷന്റെ ഉടമയായിട്ട് മാറും. നിങ്ങളുടെ ടീമിനകത്തിരിക്കുന്ന മുഴുവനായ ആൾക്കാരും ആ ടൂൾസുകൾ യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിത്വമായിട്ട് മാറണം. ടൂൾസ് അത്രയ്ക്ക് ചേഞ്ചസ് ഉണ്ടാക്കാൻ നിങ്ങൾ എഴുതി വെച്ചോ. 2024 എൻഡിലാണ് നമുക്ക് ടൂൾസ് കിട്ടിയത്. 2025 ഇപ്പൊ എന്നെ കേൾക്കുന്ന, ഫോർ എക്സാമ്പിൾ ഇപ്പം കണ്ണൂരിൽ നിന്ന് വിനോദ് എന്നെ കേൾക്കുന്നുണ്ട്. അപ്പൊ വിനോദ് ഈ ടൂൾ കിറ്റുമായിട്ട്, വിനോദ് കുമാർ ടൂൾ കിറ്റുമായിട്ട് അദ്ദേഹം സ്റ്റാർട്ടിങ് അടുത്ത ഈ സെയിം പീരീഡ് ആകുമ്പോൾ അദ്ദേഹം 2 lakhന് മുകളിലേക്ക് ഇൻകം ക്രോസ് ചെയ്ത് കാണാൻ സാധിക്കും. ഡെഫിനറ്റ്ലി ഐ ക്യാൻ സേ നിങ്ങൾ അത്ഭുതങ്ങളാണ് ഡിറക്ഷൻ. കാരണം ഞാനിപ്പോ പറയുന്ന എന്റെ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ആണ്. അന്ന് ടൂൾസ് ഉപയോഗിച്ച് ബിസിനസ് ബിൽഡ് ചെയ്ത ആ ബ്യൂട്ടി ഭരതേട്ടനായിക്കോട്ടെ, സുധീഷിനായിക്കോട്ടെ, വെങ്കടേഷിക്ക് ആയിക്കോട്ടെ, ജ്യോതിഷ് സാറിനായിക്കോട്ടെ, വിമൽജിക്ക് ആയിക്കോട്ടെ, ഞങ്ങൾക്ക് എല്ലാവർക്കും അന്നത്തെ കാലത്ത് ടൂൾസ് ഉപയോഗിച്ച് ബിസിനസ് ബിൽഡ് ചെയ്ത എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. നമുക്കിവിടെ മലയാളം ടൂൾസ് ഇല്ലാത്തതിന്റെ ഒരു പോരായ്മ ഉണ്ടായിരുന്നു എന്നുള്ളൊരു സംശയം വേണ്ട. ആ ടൂൾസിന്റെ പോരായ്മകളുടെ നിങ്ങളുടെ ബിസിനസ്സിനെ 200, 300, 400% ഗ്രോ ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഗോൾഡൻ പീരീഡിലാണ് നമ്മുടെ ബിസിനസ് നിലനിൽക്കുന്നത് എന്നുള്ളൊരു സത്യം നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ ബിസിനസ് ബിൽഡ് ചെയ്യണം. എല്ലാ ടൂൾസും സ്റ്റാർട്ടർ പാക്കാണ് ഏറ്റവും നല്ലത്. സ്റ്റാർട്ടർ പാക്കിനകത്ത് എല്ലാം തന്നെയുണ്ട്. ഡെയിലി റിപ്പോർട്ട് ഒരു ബുക്കുണ്ട്. ആ ബുക്കും അഡീഷണൽ, അത് സ്റ്റാർട്ടർ പാക്കിനകത്തില്ല. ആ ഡെയിലി റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ആ ബുക്കും കൂടെ വാങ്ങിക്കൊണ്ട് നിങ്ങൾ അന്നന്ന് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുടെ അപ്ലയൻസുമായിട്ട് ഇരുന്നൊന്ന് ഡിസ്കസ് ചെയ്ത് അപ്ലയന്റ് കൊടുത്തിരുന്ന ഒരുമിച്ചിരുന്നിട്ട് ഒരു പ്ലാനിങ് ഉണ്ടാക്കി, ഒരു കൗൺസിലിംഗ് നടത്തി, മാസം തുടങ്ങുമ്പം അപ്ലയൻസിൽ അടുക്ക പോയി, അല്ലെങ്കിൽ ദൂരത്തിലേക്കാണെന്നുണ്ടെങ്കിൽ സൂമിലാണെങ്കിലും മതി, ഒന്ന് ഒരുമിച്ചിരുന്ന് ഒരു മന്തിലെ പ്ലാനിങ് ഉണ്ടാക്കി, ഒരു ഇയറിന്റെ, ഒരു ഹാഫ് ഇയറിന്റെ പ്ലാൻ, അല്ലെങ്കിൽ ഒരു 90 ഡേയ്സിന്റെ, ഒരു മിഷൻ 90 ഡേയ്സിന്റെ പ്ലാൻ, ഇതെല്ലാം ഉണ്ടാക്കിക്കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് നീങ്ങാനായിട്ട് സാധിച്ചാൽ അത്ഭുതങ്ങൾ ഈ ബിസിനസ്സിനകത്ത് ഉണ്ടാക്കാൻ സാധിക്കും. ഞാൻ വിശ്വസിക്കുന്ന ഒരു സത്യം, കേരള മാർക്കറ്റ് വളരെ ഹൈ ആയിട്ട് ബിസിനസ് ബിൽഡ് ചെയ്തിട്ടുണ്ട്. കോവിഡ് വന്നപ്പോൾ കുറച്ച് ചലഞ്ചസ് ഒക്കെ നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട്. ഇനി വരാൻ പോകുന്ന നാളുകൾ കോവിഡിന് മുന്നേ ഉണ്ടായിരുന്ന ബിസിനസ്സിനേക്കാൾ 2 times 3 times ഉയരങ്ങളിലേക്ക് എത്താൻ ഈ ടൂൾസ് സഹായിക്കുമെന്നുള്ള ഒരു കാര്യത്തിനകത്ത് എനിക്ക് സംശയമില്ല. എല്ലാവരെയും ടൂൾസ്, ഇപ്പൊ നമ്മള് സാധാരണ പോസിറ്റീവ് മെന്റൽ ആറ്റിറ്റ്യൂഡ് ബിൽഡ് ചെയ്യുന്ന ബുക്സുകൾ റീഡ് ചെയ്യുന്നവരാണ്. മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ ഉള്ള ബുക്കുകൾ റീഡ് ചെയ്യാറുണ്ട്. ഡെഫിനറ്റ് ആയിട്ട് ആ ബുക്സുകൾ റീഡ് ചെയ്യുക എന്നുള്ളത് കമ്പൽസറി ആയിട്ട് റീഡ് ചെയ്യണം. ആ കൂടുതൽ എനിക്ക് പറയാനുള്ളത്, രാത്രി കിടക്കുന്ന സമയത്ത് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് എങ്കിലും മലയാളം ടൂൾസ് ബുക്കുകൾ കിടക്കാൻ നേരത്തൊന്ന് വായിച്ച് നമ്മുടെ കയ്യിലുണ്ടാവണം, വായിച്ചിട്ടേ കിടക്കാവൂ. രാവിലെ ഉണരുമ്പോൾ 10 മിനിറ്റ്, നമുക്ക് 6 മണിക്കാണ് നമ്മുടെ പ്ലാറ്റ്ഫോം ഓപ്പൺ ആവുന്നത്. എന്തുകൊണ്ട് 5 മണിക്ക് 5:15 അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 5:30 ഉണർന്നിട്ട്
10 മിനിറ്റ് റീഡിങ്ങിന് മാറ്റി, രാവിലെ വൈകിട്ട് 10-15 മിനിറ്റ് റീഡിങ്ങിന് മാറ്റി വെക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ വിന്നിംഗ് ടീമിന്റെ സിസ്റ്റം നോളജ് ഉള്ള ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് മാറും എന്ന് എനിക്ക് 100% നിങ്ങളോട് ഗ്യാരണ്ടി പറയാൻ സാധിക്കും. പലപ്പോഴും പല ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഉള്ള പ്രോബ്ലം, സാർ ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത്, അടുത്ത സ്റ്റെപ്പ് എന്താണ്, എന്റെ കൂടുതൽ ഒരാൾ ജോജി, ഞാൻ എന്താണ് അവർക്ക് ചെയ്യേണ്ടത്? എന്റെ 4 ടീമിനകത്തും വർക്ക് ചെയ്ത് തുടങ്ങി, 4 ടീമിനകത്ത് ആൾക്കാർ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ എവിടേക്കാണ് സാർ ഓടുന്നത്, ആരുടെ കൂടെ സാറാണ് ഞാൻ വർക്ക് ചെയ്യേണ്ടത്, ആരാണ് വിളിക്കേണ്ടത്, എന്താണ് ഞാൻ ചെയ്യേണ്ടത്, എവിടെയാണ് ഹോം